ഹലോ ഡിയേഴ്സ്, നമ്മൾ കെമിസ്ട്രിയിലെ സേ എക്സാമുമായി ബന്ധപ്പെട്ട് ട്രിക്കുകളുടെ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ പല സ്റ്റുഡൻസും അതിനകത്ത് കമൻറ്റ് ചെയ്ത കാര്യമായിരുന്നു, സാറേ ഫിസിക്സിലെ ട്രിക്കുകൾ കൂടി വേണമെന്ന്, അതുപോലെ മാത്സിലെ വീഡിയോകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനകത്ത് ഫിസിക്സിലെ ട്രിക്കുകൾ ചെയ്യുവാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുകളുണ്ട്. കാരണം ഇനി സേ എക്സാമിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ ആ രീതിയിൽ എക്സാമിലോട്ട് അവർ പോകുന്നത് വരെ നമ്മൾ അവരെ മെൻറ്ററിങ് സപ്പോർട്ട്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങൾ, അതുപോലെ ട്രിക്കുകൾ കോഡുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുവാൻ സമയം ലഭിക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ വളരെ കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം നോക്കൂ, നിങ്ങൾ 8 മാർക്ക് +1 ഫിസിക്സ്, 5-7 മാർക്ക് +2 അങ്ങനെ അവർ വരുന്നത് സേക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് ആ ഒരു സമയത്താണ്. എന്നിട്ട് ഒറ്റയടിക്ക് അവർക്ക് സേ എക്സാമിന് 28 മാർക്ക് വേണമായിരുന്നു. അതും വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഒറ്റയടിക്ക് അവർക്ക് 28 കിട്ടി. കെമിസ്ട്രിയിലും അവർ ഫെയിൽ ആയിരുന്നു, 29 കിട്ടി. അങ്ങനെ 2 സബ്ജക്റ്റ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവർ പാസ്സായിട്ട് അവരിന്നൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈഫ് ചേഞ്ച് ആയത് നോക്കിയേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സേ എക്സാമിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വളരെ ലോ സ്കോർ ഉള്ള സ്റ്റുഡൻസിനെ വരെ പാസ്സാക്കിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കോഡുകളും ട്രിക്കുകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഓരോ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോഡുകളും ട്രിക്കുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ കുറഞ്ഞ ഫീസിൽ 70 ആട്ടോ. അപ്പം ഞാനിവിടെ ഒന്നുകൂടി എഴുതാം, 77 36 70 70 45. അപ്പോൾ അതിനകത്ത് ആ രീതിയിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അപ്പം മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ വരാൻ നമുക്ക് സമയം അതിനകത്ത് ലഭിക്കാത്തത്. സോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സേ എക്സാം എന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ എന്നാണ്. ഒരു വർഷം എങ്ങനെയെങ്കിലും സേവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന പരീക്ഷയാണ്. കാരണം ഇത്തവണ ഈ ഒരു സേ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത പബ്ലിക് എക്സാമിന് കൂടെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് 1 ഇയറിൻ്റെ വലിയൊരു ഗ്യാപ്പ് വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും, വീണ്ടും അത് പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല അടുത്ത പബ്ലിക് എക്സാമിന് സ്റ്റാൻഡേർഡ് കൂടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, +2 ക്വാളിഫിക്കേഷനിലെ ഒരുപാട് കോഴ്സുകൾക്ക് ഈ വർഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കില്ല. സോ അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കരുത്. എങ്ങനെയെങ്കിലും അതിനകത്ത് പാസ്സാകുവാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം 1 ഇയറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങളുടെ 1 ഇയറാണ് ലൈഫ്, നമ്മുടെ ചുരുങ്ങിയ ലൈഫാണ്. അതിൽ തന്നെ 1 ഇയർ, ഒരു വർഷം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു സമയമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ബാച്ചിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ട് പഠനം എളുപ്പമാകും. കാരണം വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ്സാകണം എന്നുള്ളതാണ്. സോ ഞാൻ അതിനകത്ത് നമ്മുടെ ട്രിക്കുകളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു വളരെ കുറഞ്ഞ ഫീസിൽ ഇപ്പം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രിക്കിലോട്ട് പോകുമ്പോഴേ ഇത് ഫിസിക്സിലെ 3 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഡെറിവേഷനുമായി ബന്ധപ്പെട്ട ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഇതിനകത്ത് വീറ്റ്സോൺ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു വീറ്റ്സോൺ ബ്രിഡ്ജ് നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടാകും. എനിവേ ഞാൻ ഇവിടെ റഫായിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങളത് അടിപൊളിയാക്കിയിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് വരയ്ക്കാം. അപ്പോൾ R1, ഇവിടെ നിങ്ങൾ R2, ഇവിടെ എന്താണ് R3. അപ്പോൾ റെസിസ്റ്ററൊക്കെ അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഞാനിവിടെ റഫാക്കിയിട്ട് വരച്ചതാണ്. ഈ പേന ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ടാണ് അങ്ങനെ. R1 R2, ഇത് R3, ഇത് R4. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ എന്താക്കുക, ഇതിങ്ങനെ വരയ്ക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ഇനി നിങ്ങൾ ഇതിനകത്തെ ബാലൻസിങ് കണ്ടീഷൻ, ഇപ്പോൾ നമ്മളിവിടെ R1 R2 R3 R4 അല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഗാൽവനോമീറ്റർ ഇങ്ങനെ കൊടുക്കുമല്ലോ, നമ്മൾ ഗാൽവനോമീറ്റർ ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിലെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R1/R2 അങ്ങനെ എഴുതേണ്ടത്. വീറ്റ്സോണിൻ്റെ ബാലൻസിങ് പ്രിൻസിപ്പിൾ എന്താണ്, R1/R2. അപ്പോൾ ഈ സൈഡിലുള്ളവർ ഒരുമിക്കുക, = R3/R4. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ, ബാലൻസിങ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. പക്ഷെ ഇതിൻ്റെ ഡെറിവേഷനുള്ള ട്രിക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡെറിവേഷൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കും. ഇപ്പോൾ R1 അല്ലേ നമ്മൾ ആദ്യം വരച്ചത്. ഇനി നമ്മൾ I1 ഉള്ള ഒരു ചിത്രം മനസ്സിൽ കാണും. അപ്പോൾ എന്ത് കാണാം, I1 ഉള്ള ഇതേപോലെ ഒരു വീറ്റ്സോൺ ബ്രിഡ്ജിൻ്റെ ചിത്രം നമ്മൾ മനസ്സിൽ കാണും. അപ്പോൾ ഞാനത് റഫായിട്ട് വരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, R1 അല്ലേ, അപ്പോൾ I1. ഇവിടെ എന്താണ്, R2 അല്ലേ, അപ്പോൾ I2. ഇവിടെ എന്താ, R3 ആണ്, അപ്പോൾ I3. ഇവിടെ I4. ഇപ്പോൾ അത് കറണ്ട് മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഈ കറണ്ടുകളെ ഇങ്ങനെ മനസ്സിൽ ഇത് കാണുക. ഇത് ഒരു കമ്പിയല്ലേ, ഈ കമ്പിയല്ലേ ഇങ്ങനെ പോകുന്നത്, ഇത് ഒറ്റ കമ്പിയല്ലേ. അപ്പോൾ അത് എടുക്കുക, ആ കറണ്ട് എടുക്കുക, ഈ താഴെ മേലെ, എന്നിട്ട് ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് I1
എന്താണ് ഇത് I1 ഈസ് ഈക്വൽ ടു I3. രണ്ടാമത്തിൽ ആരൊക്കെയുള്ളത് I2 I4, I2 ഈസ് ഈക്വൽ ടു I4. ഇതിനെ നമ്മൾ 1 എന്ന് കൊടുക്കുക, ഇതിനെ നമ്മൾ 2 എന്ന് കൊടുക്കുക. അപ്പോൾ അത് ശരിയായല്ലോ. ഇനി അടുത്തൊരു മനസ്സിൽ കാണേണ്ട ചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് R1 ഉള്ള മാത്രം ചിത്രം കണ്ടിട്ടാണ് എഴുതിയത്. പിന്നെ അപ്പോൾ നമ്മൾ എടുത്തത് ഇങ്ങനെയാണ്, R1 R2 ആക്കിയിട്ട് R1/R2, അതാണ് ബാലൻസിങ് കണ്ടീഷൻ. അത് നമ്മൾ ഫസ്റ്റ് എടുത്തത് ഇങ്ങനെയാണ്, ബാലൻസിങ് കണ്ടീഷൻ എഴുതാൻ വേണ്ടി. അതിന് ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് ഇങ്ങനെയാണ്, I1 ഈസ് ഈക്വൽ ടു I3, അങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടുകൂടി വരികയാണ്, R1ഉം I1ഉം ഒരുമിച്ച് എഴുതുന്ന ഒരു ബ്രിഡ്ജ് മനസ്സിലേക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ I1 ഉണ്ട്, പിന്നെ R1 ഉണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബ്രിഡ്ജിൽ I1 ഉണ്ട്, R1 ഉണ്ട്, ഇവിടെ I2 ഉണ്ട്, R2 ഉണ്ട്, ഇവിടെ എന്തായിരുന്നു I3 ഉണ്ട്, R3 ഉണ്ട്, ഇവിടെ I4 ഉണ്ട്, R4 ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ കാണാം. എന്നിട്ട് നമ്മുടെ ഇവിടെ ഗാൽവനോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ആദ്യം എടുത്തില്ലേ, ഈ R1 വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ എടുക്കാമെന്ന് മനസ്സിലാക്കി, ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തപ്പം ഫസ്റ്റ് നമ്മൾ R1 മാത്രമല്ല എഴുതിയത്, പിന്നെ നമ്മൾ കറണ്ട് മാത്രം ആക്കി നോക്കിയിട്ട് എഴുതിയത്, അത് ഇങ്ങനെയാണ് എഴുതിയത്. ഇനി നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ തന്നെ, നമ്മൾ ഫസ്റ്റ് എടുത്ത ഇങ്ങനത്തെ വട്ടം തന്നെ എടുക്കുക. അതിൽ I1 R1 ഈ സൈഡ് നമ്മളെ ഫസ്റ്റ് വട്ടത്തിൽ ആരൊക്കെ ഉള്ളത് അത് എഴുതാം. I1 R1 ഈസ് ഈക്വൽ ടു എന്താണ്, I1 R1 ഈസ് ഈക്വൽ ടു I2 R2. ഇനി ഈ വട്ടം I3 R3 ഈസ് ഈക്വൽ ടു I4 R4, I3 R3 ഈസ് ഈക്വൽ ടു I4 R4. ഇനി നിങ്ങൾ ഇതിന് 1 2 അല്ലേ കൊടുത്തത്, അപ്പോൾ ഇതിന് 3 4 കൊടുക്കുക, 3 4. ഇനി 3 4 ഉണ്ടല്ലോ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം, I1 R1, അത് എളുപ്പമല്ലേ നോക്കി എഴുതാൻ. I1 R1 ഈസ് ഈക്വൽ ടു I2 R2. ഇപ്പം I3 R3 ഈസ് ഈക്വൽ ടു I4 R4. ഇനി നിങ്ങൾ ഈക്വൽ ടു ഉണ്ടല്ലോ, ഈക്വൽ ടു അവിടെ എഴുതേണ്ട തൽക്കാലം, എഴുതുമ്പോൾ ഈക്വൽ ടു വേണ്ട ഇപ്പം. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ ഈക്വൽ ടുന് ഒറ്റ ഈക്വൽ ടു ആക്കി കൊടുത്താൽ മതി, 2 ഈക്വൽ ടു വേണ്ട. I1 R1/I3 R3 ഈക്വൽ ടു I2 R2/I4 R4 ആയി. ഇനി I1 നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, I1 എന്താണ്, I1 എന്ന് പറഞ്ഞാൽ മേലെ നോക്കൂ I3 ആണ്. അപ്പോൾ I1 ഇവിടെ I3 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ഒരേ സാധനം മേലെ അടി വന്നാൽ കട്ടാക്കുക, ഇത് കട്ടാക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് എഴുതുക. അപ്പോൾ എങ്ങനെയാണ് വരിക, ബാക്കിയുള്ളത് R1 R3 വരും, R2 R4 വരും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി, ഈ R3നെ അങ്ങോട്ടും കൊണ്ടുപോവുക, R2നെ അങ്ങോട്ടും കൊണ്ടുപോകുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, നമ്മുടെ ബാലൻസിങ് പ്രിൻസിപ്പിൾ എഴുതിയാൽ മതി. R1/R2 സമം R3/R4 ഡെറിവേഷനിലെത്തി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ ഡെറിവേഷൻ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചിത്രമൊക്കെ വരച്ച് ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യാന്നറിയോ, അപ്ലൈ ഫസ്റ്റ് 1 2 എഴുതിയില്ലേ, അതിൻ്റെ അവിടെ നിങ്ങൾ അപ്ലൈ കിർഷോഫ്സ് കറൻറ്റ് ജംഗ്ഷൻ റൂള്, അപ്ലൈ കിർഷോഫ് ഫസ്റ്റ് റൂൾ എന്ന് എഴുതിയാൽ മതി. അത് തന്നെ ഫസ്റ്റ് റൂൾ എന്ന് എഴുതിയാൽ മതി, അപ്ലൈ കിർഷോഫ് ഫസ്റ്റ് റൂള്. അപ്പോൾ അത് ഇവിടെ ശരിയായി. ഇനി അതുപോലെ തന്നെ ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 എന്ന് എഴുതി വെക്കണം കേട്ടോ, IG = 0. ഇനി രണ്ടാമത്തേന് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം, അപ്ലൈ ആദ്യത്തെ ക്രിസ്റ്റോഫിൻ്റെ ഫസ്റ്റ് റൂൾ അല്ലേ 1 2. ഇനി 3 4 നിങ്ങൾ എഴുതി വെക്കുക, അപ്ലൈ കിർഷോഫ്സ് സെക്കൻഡ് റൂള്. അപ്പം നിങ്ങൾ ആ സെക്കൻഡ് റൂൾ എടുക്കുമ്പോഴേ ഈ ലൂപ്പിനൊരു പേരും കൂടി ഇടാൻ മറക്കരുത്, ABCD. അപ്പോൾ ഫസ്റ്റ് കേസിൽ നിങ്ങൾ ആദ്യത്തെ ഈ ലൂപ്പിൻ്റെ പേരിടുക. ഈ ലൂപ്പ് എന്താ, ABDA അല്ലേ. അപ്പോൾ ഫസ്റ്റ് എഴുതുന്നതിൽ മൂന്നാമത്തിന് നിങ്ങൾ ലൂപ്പ് ABDA എന്ന് എഴുതുക. ഇനി ഇത് എടുത്തപ്പോൾ ലൂപ്പ് ഏതാ വരിക നോക്കൂ, നിങ്ങൾ ലൂപ്പ് B എന്നിങ്ങനെ പോയിട്ട് Cക്ക്, C എന്നിങ്ങനെ Dക്ക്, D എന്നിങ്ങനെ Bക്ക് അല്ലേ. അപ്പോൾ BCDB ആണ് ലൂപ്പ്. അപ്പോൾ ലൂപ്പ് BCDB. അപ്പം ആ ലൂപ്പിൽ നോക്കുമ്പോഴാണ് ഇങ്ങനെ വരിക. അപ്പം ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തായി, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, കിർഷോഫിൻ്റെ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് -I1 R1 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പം ഈ ഒരു കിർഷോഫിൻ്റെ റൂള് എന്താ പറയുക, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ കിർഷോഫിൻ്റെ റൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ കോഡ് വെച്ചിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം R1 R2 എഴുതി, പിന്നെ നമ്മൾ കറണ്ട് വെച്ചിട്ട് I1 I2 എഴുതി, പിന്നെ നമ്മൾ രണ്ടുകൂടി ചേർത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതി. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ബാച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.